അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോവാണ്. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറുടെ ഒരു ഫംഗ്ഷനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് നാൾ മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പോകാൻ വേണ്ടി പോവാണ്. ഇവിടെ നന്നായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫംഗ്ഷൻ 6 മണിക്കാണ്. 6 മണിക്ക്. പക്ഷെ മഴയുണ്ട്, മഴക്കാരും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഗബ്രൂട്ടനെ കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മളിപ്പം 2:50 അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആള് ഇവിടെ ഇല്ല, അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് പുറത്തോട്ടൊന്ന് പോയതാ, നമ്മളാണ് കേട്ടോ. മഴയാ, വരുന്ന വഴിക്കെല്ലാം മഴയായിരുന്നു. നമ്മൾ കോട്ടൊക്കെ ഇട്ട് നനഞ്ഞ സീനായി. പക്ഷെ വീടേക്കകത്ത് അറിയുന്നു, മുടിയൊക്കെ കുളമായിട്ടുണ്ട് നന്നായിട്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ലുക്കല്ല അപ്പോൾ വെച്ച ഒരുമാതിരി ആയിപ്പോയി. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടുത്താം. ഇത് കണ്ടില്ലേ ബാക്കിൽ. അപ്പോൾ അവർ വരുമ്പോൾ എന്തായാലും നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അവർ ഇതുവരെ വന്നില്ല. നമ്മളിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുക എന്ന് പറയില്ല. അപ്പോൾ അതാ ഇവിടെ അമ്മ നോക്ക്, നല്ല ചൂട് ചായയും അച്ചപ്പവും ചക്കവറ്റലും ചിപ്സൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളിതൊരു ആരുടെയൊന്നും പറഞ്ഞില്ലല്ലേ. നമുക്ക് വാട്സപ്പിൽ ഒരു അമ്മ മെസ്സേജ് അയച്ച് അവരുടെ ഇതിനല്ലേ നിങ്ങൾ പോയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആണ് അനാമിക വിഷ്ണുവിൻ്റെ, അതായത് അനാമിക വിഷ്ണു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഉണ്ണിമോളുടെ ബർത്ത്ഡേക്ക് വന്നേക്കുന്നത് കേട്ടോ. അവരിവിടെ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് വീട് കാണിച്ചു കൊടുക്കുക. അവിടെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊട്ട് കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് കാണിക്കാം. അവിടെ ഉണ്ണിമോളുടെ കുറേ ഫോട്ടോസും കുഞ്ഞിലെ തൊട്ടുള്ള എല്ലാ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്, കാണാം. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തിട്ട് അപ്പത്തേനും അവർ വരും. ഇപ്പം കാണിക്കാവേ. അങ്ങനെ നമ്മുടെ സ്റ്റാർസിൽ ഒരാളെ നമ്മൾ കണ്ടു. ബാക്കി 2 പേരും കൂടെ വരാനായിട്ടുണ്ട്. അവർ റെഡിയാവാനും മറ്റു കാര്യങ്ങൾക്കായിട്ടൊക്കെ പോയിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞങ്ങളൊരു ചെറിയ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഡോറയും അതുപോലെ തന്നെ നമ്മുടെ അനാമികയുടെ ആണെങ്കിൽ ചേച്ചിയൊക്കെ ആയിട്ട് ഒരു ചെറിയ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്റ്റേജ്. ഞങ്ങളിത് അവിടെ വന്ന് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രോഗ്രാം സ്റ്റാർട്ടാണ്. നമ്മുടെ ഉണ്ണിമോള് അതുകൊണ്ട് തന്നെ കേക്കൊക്കെ വരാൻ വേണ്ടി കുറച്ച് ലേറ്റിംഗ് ആണ്. അപ്പോൾ അതുവരെ നമുക്ക് ചെറിയ എല്ലാവരും ബോറടിച്ചിരിക്കുകയെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഒരു വിനോദ പരിപാടിയിലേക്ക് ഏർപ്പെടാം. അപ്പം അങ്ങനെ ചെറിയ രീതിയിൽ ബന്ധുക്കളുടെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഓരോരുത്തർ ആശംസ അറിയിക്കുമ്പോൾ ഈ ചേട്ടൻ നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ചേട്ടൻ്റെ പാട്ട്. ഏകദേശം 2-3 ലൈനേ പാടിയുള്ളൂ, പക്ഷെ നല്ല ഭംഗിയായിട്ട് സപ്തസ്വരങ്ങളോട് കൂടെ തന്നെ ആ പാട്ട് പാടി. നല്ല രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ബന്ധുക്കളെയായിട്ട് ഇങ്ങനെ വിളിച്ച് ഓരോ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള കലാപരിപാടികൾ. കാരണം കേക്ക് വരാനും പിന്നെ ഉണ്ണിമോളാണെങ്കിൽ ഒന്ന് ഒക്കെ ആയി വരാനും ഒക്കെ ആയിട്ട് ഒന്നില്ലേ സമയമെടുത്തു. അപ്പോൾ ആ സമയം കൊണ്ട് അവിടെ ഇരുന്ന ഒരാളെയും മുഷിപ്പിക്കാതെ നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം. അപ്പോഴത്തേക്ക് തന്നെ ഉണ്ണിമോളും എത്തിയിട്ടുണ്ട്. കലാപരിപാടികൾ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ പറയുക, ഒരു കുട്ടി ഏഞ്ചലിനെ പോലെ ഉണ്ടായിരുന്നു നമ്മുടെ ഉണ്ണിമോളെ കാണാൻ വേണ്ടിയിട്ട്. ഉണ്ണിമോൾക്ക് വന്ന കേക്കാണ്. അപ്പോഴത്തേക്കെല്ലാം വന്നു കേട്ടോ. പരിപാടിയെല്ലാം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേ വന്നു. കൈയടിയോടുകൂടി നമുക്ക് ഇവരെ സ്വാഗതം വേദിയിലേക്ക് ക്ഷണിക്കാം. അപ്പോൾ നല്ലൊരു കൈയടി. അതെ, നമുക്ക് 2 വാക്ക് സംസാരിക്കാം. ആദ്യം തന്നെ ക്ഷണിക്കപ്പെട്ട എല്ലാവരും എല്ലാ തിരക്കും മാറ്റിവെച്ച് ഞങ്ങൾ ഈ ചെറിയ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. ഉണ്ണിമോൾ ജനിച്ചതിന് ശേഷം ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അതിലുപരി ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ചേർന്ന് ഇതുപോലൊരു ചെറിയ പ്രോഗ്രാം ഇവിടെ ഒരുക്കാൻ പറ്റിയതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു വലിയ പങ്ക്. നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ ഒരു വേദി ഇങ്ങനെ ഒരുക്കാൻ പറ്റിയത്. അപ്പം എല്ലാവരും വന്ന് ഇത് അടിപൊളിയാക്കി തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ അതിനെല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഈ മഴയത്തും
വന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ ഉണ്ണിമോടെ ഈ പരിപാടിയിൽ പങ്കുചേരാൻ വന്നതിനകത്ത്. പിന്നെ എനിക്ക് ഈ മൈക്കൊന്നും കയ്യിൽ പിടിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അന്നേരം എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ആദരവുമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ പരിപാടി തുടങ്ങുന്നു. അടുത്തതായി ഇതിനെ പറയണ്ടോ? വന്ന അടുത്ത 2 വാക്ക്. അങ്ങനെ നമ്മുടെ അനാമിക മോളുടെ കേക്ക് കട്ടിങ്ങാണ് നടക്കുന്നത്. കുഞ്ഞാണെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ള ഒരു അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ആൾക്കാർ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇതൊക്കെ എന്തോ നടക്കുന്നത്, അങ്ങനെ കുഞ്ഞ് നോക്കുന്നത്. പിന്നെ മോൾക്ക് അങ്ങനെ വലുതായിട്ട് കേക്കിനോടൊന്നും താല്പര്യമില്ലെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുഞ്ഞ് അങ്ങനെ കേക്ക് കഴിക്കുന്നില്ല. എനിക്കൊന്നും അങ്ങനെ വലിയ കേക്കിനോടൊന്നും താല്പര്യമില്ലാത്തൊരു മോളാണെന്ന് തോന്നുന്നു. പിന്നെ കുഞ്ഞിന് ടെൻഷനുണ്ട്, കാരണം ഇത്രയും പേരെ ഒന്നിച്ച് കണ്ടേയില്ലേ. ഇത് വിഷ്ണുവിൻ്റെ അമ്മയാണ്, സുഖമില്ലാതിരിക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്ന. ചെറിയ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അമ്മ വരാനൊക്കെ താമസം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അത്രയും ബുദ്ധിമുട്ടും വെച്ച് വന്നപ്പോൾ നമുക്ക് കണ്ടപ്പോൾ അതൊരു സന്തോഷമായി. കാരണം നടക്കാനൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ ഒരു പരിപാടിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വന്നെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് കേട്ടോ. അതുപോലെ പ്രോഗ്രാമൊക്കെ കഴിയാറായി. നമ്മുടെ ഡോറയാണെങ്കിൽ ഉണ്ണിമോൾക്ക് കേക്ക് കൊടുക്കാനായിട്ട് പോവാണ്. ഉണ്ണിമോൾ ഇങ്ങനെ അവിടെ ഇരുന്ന് എല്ലാവരും വരുന്നതും പോകുന്നതും എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കുഞ്ഞിന് സത്യത്തിൽ ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ സംഭവം എന്താ കാര്യം എന്നൊന്നും കുഞ്ഞിന് മനസ്സിലാവുന്നില്ല. എല്ലാം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, എൻ്റെ എല്ലാവരും എനിക്കൊന്ന് ഇത് വായി വെച്ചിരുന്ന സത്യത്തിൽ അതൊക്കെ ആയിരിക്കും കുഞ്ഞ് ചിന്തിക്കുന്നത്. കാരണം 1 വയസ്സല്ലേ ഉള്ളൂ. നമ്മുടെ ഗബ്രൂട്ടൻ്റെ ആണെങ്കിൽ ഇവിടെ കേക്ക് കട്ടിക്കുന്ന സമയത്ത് ഗബ്രൂട്ടനാണെങ്കിൽ കേക്ക് ആരാ തരുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഉണ്ണിമോൾ അങ്ങനെയല്ല, എല്ലാം ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് സംഭവങ്ങൾ, എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഉണ്ണിമോളെല്ലാം നോക്കി കണ്ടുകൊണ്ടിരുന്നത്. സത്യത്തിൽ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് പങ്കെടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞങ്ങൾക്ക് പോലും അറിയാത്ത അല്ലെങ്കിൽ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത പലരെയും കണ്ടു. അതിലാണ് ഒന്നാണ് ഈ രാജേഷേട്ടൻ. ഈ രാജേഷേട്ടൻ്റെ ഫാമിലിയൊക്കെ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. ഇത്രയും വലിയൊരു കലാകാരൻ നമ്മുടെ വീഡിയോ കാണുന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ തിരിച്ചു പോവാണ്. രാത്രി ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരുപാട് ലേറ്റ് ആയില്ലേ ചായ? ഒത്തിരി ലേറ്റായി പോയി. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കൂട്ടുകാരെ ബൈ.